എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ട്രേഡേഴ്സ് വ്യൂ അണ്ടർ പ്രൈസ് ലോണിയൻ എക്സ്പോർട്സ് ടു ദ UAE എന്ന് പറയുന്ന ന്യൂസ് ആണ്. നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസ് ഒന്നും അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി തന്നെ ഭയങ്കര പ്രശ്നമാകുന്ന ഒരു സംഭവമാണ് ഉള്ളിയുടെ വില എന്ന് പറയുന്നത്, ഒനിയന്റെ പ്രൈസ്. അപ്പൊ ഈ ഒനിയൻ പ്രൈസ് നമ്മള് ഇടയ്ക്ക് വെച്ച് ഭയങ്കര കൂടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഈ ഒനിയൻ എക്സ്പോർട്ട് ബാൻ ചെയ്തേക്കാണ്. പക്ഷെ എന്നാലും നമ്മളെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോഴും കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് UAE അറിയാം, നമ്മളുടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ഇന്ത്യയുടെ മികച്ച ഫ്രണ്ട് UAE ആണ്. അവർക്കൊക്കെ നമ്മൾ ഇപ്പോഴും കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മളെ ബാധിക്കുന്നതെന്നല്ല. നമുക്ക് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ വലിയ ആവശ്യമൊന്നുമില്ല. എന്നാൽ അറിഞ്ഞിരിക്കുക, നമുക്ക് ഈ ഉള്ളി എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് അനുവദിക്കുന്നില്ല. ഫ്രണ്ട്ലി നേഷൻസിന് അത്യാവശ്യം അവർക്ക് ക്ഷാമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ട്രേഡേഴ്സിനും അതുപോലെ എക്സ്പോർട്ടേഴ്സിനും നമ്മളുടെ ഈവൻ ഫാമേഴ്സിനും ഒക്കെ അത് പ്രശ്നമാണ്. അവർക്ക് അത് എക്സ്പോർട്ട് ചെയ്താലേ കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പൊ അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം അവർക്കുണ്ട്. പിന്നെ ഈ ന്യൂസ് ഒക്കെ പൊളിറ്റിക്കലാണ്, നമുക്ക് വേണ്ട. പിന്നെ താഴോട്ട് വരുമ്പോ നോ ഇസ്രായേൽ എംബസി ഈസ് സേഫ് വാണ്ട്സ് ഇറാൻ എന്നൊരു ന്യൂസ് കാണാം. എന്തിനായിരിക്കും ഇറാൻ പറയുന്നത് ഇസ്രായേലിന്റെ ഒരു എംബസിയും സേഫ് അല്ല ലോകത്ത് എന്ന് പറഞ്ഞ? ഇന്ത്യയിൽ ഇസ്രായേലിന്റെ എംബസി ഉണ്ട്, നമുക്കറിയാം, ന്യൂഡൽഹിയിൽ. അത് ഉൾപ്പെടെ സേഫ് അല്ലെന്നല്ല എന്റെ മീനിങ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ത്രെട്ട് ഇറാൻ പുറപ്പെടുവിച്ചത്? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ഇറാന്റെ സിറിയയിലെ എംബസിയിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തി. ആ അറ്റാക്കിൽ കുറച്ച് ആൾക്കാർ മരിച്ചു. അതിൽ ഇറാന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെ മരിച്ചുപോയി. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാണ് ഇസ്രായേൽക്കാർ. ഇസ്രായേലിന് അഗേൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഹമാസ് ആണെങ്കിലും ഹൂതീസ് ആണെങ്കിലും ലെബനനിലെ ഹിസ്ബുള്ള ആണെങ്കിലും അതുപോലെ പാലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും സപ്പോർട്ട് ഇറാനാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതെ മോറലി ആണെങ്കിലും സപ്പോർട്ട് ഇറാനാണ്. അപ്പം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാൻ ആണെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ടാണ് ഒരു അറ്റാക്ക് നടത്തുന്നത്. എന്തായാലും തിരിച്ചവർ കൗണ്ടർ അറ്റാക്ക് നടത്തും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ സുപ്രീം ലീഡറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും, ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇറാന്റെ മതമായ ഷിയ മുസ്ലിം ആണ് അവിടുത്തെ മതം എന്ന് പറയുന്നത്. അതിന്റെ ആത്മീയ ആചാര്യനായ അയത്തുള്ള അലി ഖമേനി ആണ്. അയത്തുള്ള അലി ഖമേനി ആണ് ഇസ്രായേലിന്റെ പിന്നീട് ഇറാന്റെ സുപ്രീം ലീഡർ എന്നറിയപ്പെടുന്നത്. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആണ്. ഇബ്രാഹിം റൈസി. ഇനി നിങ്ങൾ ഇതിന്റെ അകത്തൊരു ഫോട്ടോ കാണുന്നുണ്ട്. ഈ ഫോട്ടോ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോയെ കുറിച്ച് പറഞ്ഞത്. ഈ ഫോട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡന്റെ ഫോട്ടോയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ. ടുലിപ്പ് നമുക്കറിയാം, നമ്മൾ അറിയാന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. മറ്റ് നമ്മളിപ്പോ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അന്യൻ എന്ന് പറയുന്ന ഒരു സിനിമയെ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഒരു ഫുൾ പാട്ട് മൊത്തത്തിൽ ടുലിപ്പ് തോട്ടത്തിൽ വെച്ചാണ് എടുത്തേക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ ഡൽഹിയിലൊക്കെ ഉണ്ട്. ഇതിനെ മുമ്പായിട്ട് തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിൽ ഒരു ടുലിപ്പ് ഗാർഡൻ ഉണ്ടാക്കിയത്. ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ടുലിപ്പ് ഗാർഡൻ ആണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ബ്ലൂമിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഒക്കെ വന്നത് റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് വന്നത്. ആ ടുലിപ്പ് ഗാർഡന്റെ പേര് പറഞ്ഞിരിക്കുക, ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡന്റെ പേര് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ എന്നാണ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ആണ്. അതും അറിഞ്ഞിരിക്കുക, ശ്രീനഗറിൽ, കാശ്മീരില. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോ this policy is an MSMEs pursue GST reforms with candidates എന്നൊരു ന്യൂസ് കാണാം. MSMEs നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതായിരുന്നു വെച്ചാൽ അംബാനി അദാനിയും പോലുള്ള ബിഗ് കോർപ്പറേറ്റ്സുകളെ അല്ല, MSMEs ആണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അതാണ് ഇന്ത്യയിൽ ലാക്സ് അല്ലെങ്കിൽ ക്രോഴ്സ് ഉള്ളത്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ സ്റ്റേ ആണ് MSMEs അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അവർക്ക് GST ആയിട്ട് ബന്ധപ്പെട്ട് കുറെ പരാതികളുണ്ട്. നമുക്കറിയാം, 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ അത് MSMEസിന് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ GST പുനഃക്രമീകരിക്കണം എന്നൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനി അകത്തെ പേജിലേക്ക് പോകുമ്പോൾ ഇന്നലത്തെയോ ന്യൂസ് പേപ്പറിൽ വിജയ് ഖേൽക്കർ എന്ന് പറയുന്ന പഴയ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ, ഇപ്പൊ 15ാം ഫിനാൻസ് കമ്മീഷൻ, ഇപ്പൊ 16ാം ഫിനാൻസ് കമ്മീഷൻ വരാൻ പോയാണ്. 13ാം ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു വിജയ് ഖേൽക്കർ. അദ്ദേഹം GST ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്. ഞാൻ അകത്തെ പേജിലേക്ക് പോകുമ്പോൾ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ തൽക്കാലം അവിടെ ഇത് ഫ്രണ്ട് പേജിൽ ഇത്ര മതി. ഇനി അതിനടുത്ത പേജുകളിലേക്കൊക്കെ പോകുമ്പോൾ ഈ പേജ് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത പേജുകളാണ്. ഇതെല്ലാം പൊളിറ്റിക്കൽ പേജുകളാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോഴും ഇത് തന്നെയാണ്. ഞാനിന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒന്നും പറഞ്ഞു തരാനുള്ള പേജുകളല്ല ഈ സ്റ്റേറ്റ്സ് പേജുകളൊന്നും.
അതിനടുത്ത പേജ് അതേപോലെ തന്നെ. ഇനി നമുക്ക് പോകാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള എഡിറ്റോറിയൽ പേജാണ്. നമുക്ക് ആദ്യത്തെ എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വേവാർഡ് എലിഫന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. വേവാർഡ് എലിഫന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇത് എന്തിനെ കുറിച്ചാണെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്. ഈ എഡിറ്റോറിയലായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ അഗെയിൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് എഡിറ്റോറിയൽ ഇൻ ഡീറ്റെയിൽ ബിക്കോസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ എഡിറ്റോറിയൽസ് വി ആർ അറ്റാച്ചിങ്. അല്ലെ, എഡിറ്റോറിയൽസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. അപ്പൊ ഇത് അഗെയിൻ ആൻഡ് അഗെയിൻ ഞാനത് പറയുന്നില്ല. നമുക്ക് നോക്കാം. ഇത് മോണിറ്ററി പോളിസിയെ കുറിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഇപ്പോ എപ്പോഴും 2 months കൂടുമ്പോഴാണ് മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ബൈ മന്ത്ലി ആണ് മോണിറ്ററി പോളിസി. അപ്പൊ മോണിറ്ററി പോളിസി ഇപ്പോ വീണ്ടും ഇഷ്യൂ ചെയ്തു. മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി അതല്ലാതെ പറയുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 members ആണ്. അതിന്റെ ചെയർമാൻ RBIയുടെ ഗവർണറാണ്. 3 members ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് 3 members ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. തുടർച്ചയായിട്ട് 7ാം തവണയും അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സ്റ്റാറ്റസ് കോ എന്ന് ചോദിച്ചാല്, മോണിറ്ററി പോളിസിയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം ആണ് RBI എടുക്കുന്നത് എന്നാണ്. കാരണം മോണിറ്ററി പോളിസിയിൽ കുറെ ടേംസ് ഉണ്ട്. റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്, ബാങ്ക് റേറ്റ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മളുടെ മോണിറ്ററി പോളിസിക്കകത്ത്. ഇതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ എക്സാക്ട്ലി അബൌട്ട് മോണിറ്ററി പോളിസി ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും കൂടുതലായിട്ട്. അത് പിന്നീട് നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം. എന്നാലും മോണിറ്ററി പോളിസിയെ കുറിച്ചൊക്കെ എഡിറ്റോറിയലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവുള്ളൂ. നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ ഞാനിപ്പോ ഇവിടെ റിപ്പോ റേറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എപ്പോഴും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന വാട്ട് RBI ഈസ് ഗോയിങ് ടു ഡു വിത്ത് റിപ്പോ റേറ്റ് എന്നുള്ളതാണ് എപ്പോഴും മോണിറ്ററി പോളിസിയിൽ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ. ഏത് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ തുടർച്ചയായിട്ട് 7 തവണയായിട്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. അതായത് റിപ്പോ റേറ്റ് അവർ 6.5% ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ 7 മോണിറ്ററി പോളിസീസ് ആയി. റിപ്പോ റേറ്റ് 6.5% ഫിക്സ് ചെയ്തിട്ട് ഇതുവരെയ്ക്കും അത് ചേഞ്ച് ചെയ്തിട്ടില്ല RBI. അതിന്റെ കാരണം ആണ് ഇവിടെ പറയുന്നത്. അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. RBI സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഈ നമ്മളുടെ മോണിറ്ററി പോളിസിക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. ഒന്ന്, നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ്. എക്കണോമിക് ഗ്രോത്ത് ഈസ് എ വെരി ഗുഡ് പ്രോഗ്രസീവ് പാത്ത്. ഇറ്റ് ഈസ് ഗോയിങ് ഓൺ എ വെരി ഗുഡ് പ്രോഗ്രഷൻ. അതേ സമയത്ത് നമ്മളുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഇൻഫ്ലേഷൻ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ കോർ ഇൻഫ്ലേഷൻ പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കോർ ഇൻഫ്ലേഷൻ ഉണ്ട്, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഉണ്ട്, ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ കോർ ഇൻഫ്ലേഷൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഇൻഫ്ലേഷൻ ആണ്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എല്ലാ ഇൻഫ്ലേഷനും കൂടെ ചേർന്നാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. അതിൽ നിന്ന് നമ്മളുടെ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂവൽ ഇൻഫ്ലേഷനും എടുത്ത് മാറ്റമുള്ളതാണ് കോർ ഇൻഫ്ലേഷൻ. കാര്യം ഈ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂവൽ ഇൻഫ്ലേഷനും ഭയങ്കര വോളറ്റൈലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടെ ഈ ഇൻഫ്ലേഷന്റെ കൂട്ടത്തിൽ ചേർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എപ്പോഴും ഡിസെപ്റ്റീവ് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂവൽ ഇൻഫ്ലേഷനും എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഫ്ലേഷൻ നോക്കുക. അതാണ് കോർ ഇൻഫ്ലേഷൻ. ഇന്ത്യസ് കോർ ഇൻഫ്ലേഷൻ ഈസ് വെരി വെൽ വിത്തിൻ ദ ലിമിറ്റ്. ബട്ട് ദ പ്രോബ്ലം ഈസ് അവർ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. അത് പ്രോബ്ലം അല്ലേ? കാര്യം ഫുഡ് ഇൻഫ്ലേഷൻ അല്ലേ കോമൺ മാൻ, എസ്പെഷ്യലി പുവർ പീപ്പിളിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഫുഡാണ്. അവർ ഫുഡിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പ്രശ്നമല്ല. പക്ഷേ അൺഅഫോർഡബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് പോകുമ്പോൾ പുവർ പീപ്പിളിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ഫുഡ് ഇൻഫ്ലേഷൻ ഭയങ്കര കൺസേൺ ആണ്. ഫുഡ് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പം ഫുഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ റിപ്പോ റേറ്റ് കുറച്ചു കൊടുക്കാൻ പറ്റത്തില്ല. റിപ്പോ റേറ്റ് കുറച്ചു കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വീണ്ടും ഇൻഫ്ലേഷൻ കൂടും. റിപ്പോ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാരണം മനസ്സിലാവും. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് ഷോർട്ട് ടൈം ലോൺ എടുക്കുമ്പം ബാങ്കുകളുടെ ബാങ്കറാണ് RBI. അപ്പം ഈ ബാങ്കുകളുടെ ബാങ്കർ RBIയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ലോൺ എടുക്കാം. അപ്പൊ അങ്ങനെ ഷോർട്ട് ടൈം ലോൺസ് എടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പൊ ഈ റിപ്പോ റേറ്റ് കൂടിയിരുന്നാൽ നമുക്ക് തരുന്ന ലോണും ബാങ്കുകൾ ഹൈ ഇൻട്രസ്റ്റിലേ തരുള്ളൂ. അപ്പൊ ലോൺ എടുക്കുന്നതൊക്കെ കുറയും. അപ്പൊ മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കുറയും. നേരെ മറിച്ച് റിപ്പോ റേറ്റ് കുറച്ച് വെച്ചിരുന്നാൽ നമുക്ക് ബാങ്കുകൾ തരുന്ന ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ലോൺ എടുക്കാൻ തുടങ്ങും. മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കൂടും. വീണ്ടും ഇൻഫ്ലേഷൻ കൂടും. അപ്പൊ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളിൽ നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കോമൺ മാന്റെ ലൈഫ് ഡിഫിക്കൽട്ട് ആവും. അപ്പം അതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ എലിഫന്റ് ഇൻ ദ റൂം എന്നൊക്കെ പറഞ്ഞേക്കുന്ന സംഭവം എന്ന് വെച്ചാല്
അത് നമ്മളുടെ RBI ഗവർണർ ശക്തികാന്ത ദാസ് കുറച്ചൊരു സ്റ്റോറി പോലെയൊക്കെയാണ് അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എലിഫന്റ് ആണ്, അത് ഫോറസ്റ്റിൽ നിന്ന് പുറത്തു പോയി അതിനെ പിടിച്ച് വീണ്ടും ഫോറസ്റ്റ് കൊണ്ടിടാൻ അവർ നോക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു കഥ പോലെ പറഞ്ഞു. അതിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. അതുപോട്ടെ, അതൊന്നും വേണ്ട. അപ്പൊ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്ര പെർസെന്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. 4% ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ്. 4% കൊണ്ടുവരണം. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 4% ഈ ഇൻഫ്ലേഷൻ, അതിനേക്കാളും കൂടുതലാണ്. അപ്പൊ എക്സാക്ട്ലി 4%-ലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്കോ കൊണ്ടുവരാനാണ് RBI ഓരോ മോണിറ്ററി പോളിസി വഴിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ GDP കുറിച്ചൊക്കെ അവർ വളരെ കോൺഫിഡന്റ് ആണ്. നമ്മുടെ GDP വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോകുന്നുണ്ട്. 7% ഗ്രോത്ത് മിനിമം അടുത്ത വർഷം ഉണ്ടാവുന്ന, അതായത് ഈ വർഷം 7% അല്ല 8% ഗ്രോത്ത് ഉണ്ടാവുന്ന ഏതാണ്ട് ഉറപ്പാണ്. അതായത് ഈ വർഷം മീൻസ് ലാസ്റ്റ് March 31 അവസാനത്തെ ഫിനാൻഷ്യൽ ഇയറിൽ. ഇനി ഇപ്പോഴത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 7% മിനിമം ഗ്രോത്ത് ഉണ്ടാവുന്ന RBI എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺസും എല്ലാം പറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇനി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, രണ്ടാമത്തെ എഡിറ്റോറിയൽ ബീറ്റ് ദ ഹീറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നുമില്ല. ഇന്ത്യയിലല്ല, ഗ്ലോബലി ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ പലതും ഉണ്ട്, നമുക്കറിയാം. അതിൽ നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള റീസൺസ് ആണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ വർഷമായിരുന്നു നമ്മളുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ഇയർ. ഈ വർഷം ജാനുവരി, ഫെബ്രുവരി, മാർച്ചും ഒക്കെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും ഹോട്ടർ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ മൺസൂൺ ഒക്കെ ഇറാറ്റിക് മൺസൂൺ ആവാനുള്ള കാരണമൊക്കെ ഇത് പറയുന്നുണ്ട്. എൽ നീനോ ഇഫക്റ്റ്, അതുപോലെ ചിലപ്പോഴൊക്കെ ലാനിനോ ഇഫക്റ്റ്, മൺസൂൺ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണത്. അതൊക്കെ ഇടയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടാവുന്നു. അതൊക്കെ സീസണലും റൊട്ടേഷനിലും ഒക്കെയാണ്. അതിന്റെ കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ എൽ നീനോ ഇഫക്റ്റ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഹീറ്റ് വേവ്സ് ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിനെക്കാളും 4.5 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ആണ്. സാധാരണത്തെ അവിടുത്തെ നോർമൽ ആവറേജ് ടെമ്പറേച്ചറിനെക്കാളും 4.5 ഡിഗ്രി സെൽഷ്യസിൽ എബോവോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസിൽ കൂടുകയോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് വേവ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റുകളിൽ ഭയങ്കര സിവിയർ പ്രോബ്ലം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും പിന്നെ വേറെ ഏതൊരു സ്റ്റേറ്റ് ഇതിൽ പറയുന്നുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. അപ്പോ ആന്ധ്രാപ്രദേശിലും. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഇന്ത്യയിൽ നടക്കാൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പബ്ലിക് റാലീസ് ഒക്കെ നടക്കും. നമ്മളുടെ കേരളത്തിൽ ഇഷ്ടം പോലെ റാലി നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളും അതുപോലെ റാലികൾ നടക്കും. അപ്പൊ അവിടെ എടുക്കേണ്ട മുൻകരുതലുകൾ, അപ്പൊ ഇതുപോലുള്ള പബ്ലിക്കിനെ കൊണ്ട് ഈ ഇലക്ഷൻ റാലികളിൽ കൊണ്ട് ഇറക്കി കൊടുക്കുന്ന സമയത്ത് അവർ ഈ സൂര്യാഘാതം ഒക്കെ ഏറ്റിട്ട് സൺബേൺ ഒക്കെ ഉണ്ടായ ആൾക്കാർ മരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ, അന്ന് ഇലക്ഷനിലൊന്നും അല്ല, വേറെന്തോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് കുറെ ആൾക്കാർ അങ്ങനെ ഈ ഹീറ്റ് വേവിൽ മരിച്ചുപോയി. അന്ന് അത്ര ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകരുതൽ എടുത്താൽ ഇപ്പോൾ ഉണ്ടാവാം. കാര്യം ഇപ്പൊ ഇന്ത്യ മുഴുവനും പബ്ലിക് റാലീസ് ഒക്കെ നടക്കുവാണ്. അപ്പൊ ഇലക്ഷൻ ഈ സമയത്ത് നടത്തുന്നത് തന്നെ തെറ്റാണെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പൊ നടന്നേ പറ്റുള്ളൂ. പക്ഷെ അത് ഏറ്റവും നടത്താൻ നല്ലത് ഫെബ്രുവരി മാസങ്ങളിലോ അല്ലെങ്കിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിലോ ഒക്കെ ആണ് എന്ന് പറഞ്ഞാണ് ഈ എഡിറ്റോറിയൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് രണ്ട് എഡിറ്റോറിയൽസും വായിക്കുക. പിന്നെ ഇന്നലെ വേൾഡ് ഹെൽത്ത് ഡേ ആയിരുന്നു. ഇന്നലെ April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പിന്നീട് ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം ഇന്ത്യയിൽ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഹെൽത്ത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ ഹെൽത്ത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റൈറ്റ് ടു ഹെൽത്ത് എന്നുള്ള സംഭവത്തിൽ പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അത് ചില ആർട്ടിക്കിൾസിന്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 39E, അതുപോലെ ആർട്ടിക്കിൾ 42, അതുപോലെ ആർട്ടിക്കിൾ 47. ഇതിലെല്ലാം സ്റ്റേറ്റുകളും സെന്ററും അതുപോലെ നമ്മളുടെ ലോക്കൽ ബോഡീസും ഒക്കെ നമ്മളുടെ പൗരന്മാർക്ക്, നമ്മളുടെ സിറ്റിസൺസിന് ഹെൽത്ത് എൻഷുർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുമ്പോഴുള്ള കുഴപ്പം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സംഭവം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലെ സ്ട്രോങ് അല്ലല്ലോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് ജസ്റ്റ് എ ഡയറക്ഷൻ ഫോർ ദ ഗവൺമെന്റ്സ്. അത് നമുക്ക് കോർട്ടിൽ പോയി എൻഫോഴ്സ് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ത്രൂ കോർട്സ് നമുക്ക് എൻഫോഴ്സിബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഈ പറഞ്ഞ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത്. പക്ഷെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇന്ത്യയിലും അതൊരു ഫണ്ടമെന്റൽ റൈറ്റായി മാറണം. ഇപ്പൊ എഡ്യൂക്കേഷനൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ് ആയതുപോലെ. അപ്പൊ എന്തായാലും വേൾഡ് ഹെൽത്ത് ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോ April 7 അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഹിന്ദുവിൽ വന്നേക്കുന്നത്. നിങ്ങൾ അത് വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്
NRHM ഉണ്ട്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. NUHM ഉണ്ട്, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ആശ എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങൾക്ക് അറിയാം, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ. അപ്പം NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, NUHM നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ASHA ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഉണ്ട്, PM പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇത് ആയുഷ്മാൻ ഭാരത് എന്നും അറിയപ്പെടും, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇന്ത്യയിലെ BPL ഫാമിലീസിന് 5 ലക്ഷം രൂപ പെർ ഇയർ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പെർ ഇയർ 5 lakhs rupees ഹെൽത്ത് ഇൻഷുറൻസ്. അത് ഗവൺമെന്റ് സ്പോൺസേഡ് ആണ്. അതിൽ നമുക്ക് പ്രീമിയം ഒന്നും അടയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം, ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള. അപ്പൊ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര. എന്താണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ? നമ്മളുടെ എന്റെയൊക്കെ ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലൊക്കെ ഉണ്ട് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര എന്ന് പറയുന്ന സംഭവം. അത് മെഡിക്കൽ സ്റ്റോറുകളാണ്. ഈ മെഡിക്കൽ സ്റ്റോറുകൾ വഴി വളരെ ലോ കോസ്റ്റിൽ ജനറിക് ഡ്രഗ്സ് സാധാരണ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലോ കോസ്റ്റ് ആണ്. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പല മെഡിസിൻസിന്റെയും ഒരു 1/5 പ്രൈസിനായിരിക്കും അവിടെ ഇത് കിട്ടുന്നത്. പക്ഷെ അതെല്ലാം ജനറിക് ഡ്രഗ്സ് ആണ്. ജനറിക് ഡ്രഗ്സ് മീൻസ് നമ്മൾ ഇപ്പൊ ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്ന ഓരോ കമ്പനികളുടെ മരുന്നുകളുണ്ടല്ലോ, ആക്ച്വലി അത് ഓരോരോ കോമ്പൗണ്ട്സ് ആണ്. ഇതിന്റെ ഈ കോമ്പൗണ്ട് കഴിച്ചാൽ മതി, അല്ല നമ്മൾ ഈ പർട്ടിക്കുലർ കമ്പനിയുടെ മരുന്ന് മേടിച്ച് കഴിക്കൊന്നും വേണ്ട. അപ്പൊ ആ കോമ്പൗണ്ടുകളാണ് ജനറിക് ഡ്രഗ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ജനറിക് ഡ്രഗ്സ് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മരുന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്. പക്ഷേ ഈ ഇനിഷ്യേറ്റീവ്സ് മുഖേന എത്രത്തോളം ഇന്ത്യയിലെ ആൾക്കാർക്ക് ഒരു യൂണിവേഴ്സൽ കവറേജ് ഓഫ് ഹെൽത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു യൂണിവേഴ്സൽ കവറേജ് ഓഫ് ഹെൽത്ത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഷുഡ് ബി എ ഫണ്ടമെന്റൽ റൈറ്റ്. in almost 140 countries health is a fundamental right എന്നാണ് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ. ഹിന്ദുവില അത്രയും രാജ്യങ്ങളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ഇത് പറഞ്ഞേക്കുന്ന 140ഓളം രാജ്യങ്ങൾ ഹെൽത്ത് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ ഹെൽത്ത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇപ്പോഴും അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അതിനടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നു. വൈ ആർ വിസ്താര ഫ്ലൈറ്റ്സ് ബീങ് ക്യാൻസൽഡ്? വിസ്താര ഫ്ലൈറ്റുകൾ ഇപ്പൊ കുറെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. വിസ്താര ടാറ്റയുടെ ആണ്, അതുപോലെ എയർ ഇന്ത്യൻ ടാറ്റയുടെ ആണ്. ഇത് രണ്ടും കൂടെ മെർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളുണ്ട്. അവിടുത്തെ പൈലറ്റുമാർ ചെറിയ സ്ട്രൈക്കിലൊക്കെയാണ്, അവരുടെ സാലറി പാക്കേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതാണ്, നമുക്കത് വലിയ കാര്യമൊന്നുമില്ല. ഈ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിൽ ഷിപ്പ് ഇടിച്ച് കൊളാപ്സ് ഉണ്ടായി. അത് അമേരിക്കയിലായിരുന്നു, ബാൾട്ടിമോർ ബ്രിഡ്ജ് കൊളാപ്സ്. അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. ബാൾട്ടിമോർ ബ്രിഡ്ജ് കൊളാപ്സ് നിങ്ങളൊക്കെ അറിഞ്ഞായിരിക്കും. പിന്നെ ഈ പേജ് കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ട, ഫുൾ പൊളിറ്റിക്സ്. ഈ പേജും അതുപോലെ ഫുൾ ഞാൻ വിടുകയാണ്, വേണ്ട. അതിനടുത്ത പേജ് അടുത്ത പേജിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്. ശ്രീലങ്കൻ PM സിരിമാസ് കോൾ ടു ഇന്ദിരാഗാന്ധി 1974 സേവ്ഡ് ദ കച്ചത്തീവ് ടോക്സ് ഫ്രം ഗെറ്റിംഗ് ഡിറൈൽഡ് എന്നൊരു ന്യൂസ് ആണ്. ഈ ഇടയ്ക്ക് വലിയ വിഷയമായതാണ് കച്ചത്തീവ്. എന്താണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കച്ചത്തീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയ ഒരു ദ്വീപാണ്. 1974 ഇന്ദിരാഗാന്ധിയും ലോകത്തിലെ ആദ്യത്തെ ഇലക്ടഡ് വുമൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സിരിമാവോ ബെൻഡാരനായകയും. ലോകത്തിലെ ഫസ്റ്റ് ഇലക്ടഡ് വുമൻ പ്രൈം മിനിസ്റ്റർ ആണ് ശ്രീലങ്കയുടെ സിരിമാവോ ബെൻഡാരനായക. ഇവർ മരിച്ചുപോയി, ഇന്ദിരാഗാന്ധി മരിച്ചുപോയി. ഇവർ രണ്ടുപേരും തമ്മിലാണ് ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയത് 1974. അങ്ങനെ കച്ചത്തീവ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്കും ഒപ്പം ഡിഫൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാമേശ്വരത്ത് ജസ്റ്റ് 23 കിലോമീറ്റേഴ്സ് മാത്രം ദൂരെയുള്ള 300 ഏക്കറിൽ താഴെ വരുന്ന ചെറിയ പീസ് ഓഫ് ലാൻഡ്, ആ ഐലൻഡ് ആർക്ക് കൊടുത്തു? ശ്രീലങ്കയ്ക്ക് കൊടുത്തു. അതിപ്പം വീണ്ടും തമിഴ്നാട്ടിൽ വിവാദമായിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. അൺനെസസറിലി കോംപ്ലക്സ് GST നീഡ്സ് അർജന്റ് റിഫോം. കേൽക്കർ, Vijay Kelkar. Vijay Kelkar is an economist and he was the 13th Finance Commission chairman. And here you can see another man encasing. He is also the present എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് കഴിയാൻ പോയാണ്. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആണ്. 15th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആണ് ഇത്.
NK Singh, 15th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ NK Singh. ഇത് 13th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ വിജയ് ഖേൽക്കർ. ഇനി 15ാം ഫിനാൻസ് കമ്മീഷൻ കഴിയാൻ പോയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 16ാം ഫിനാൻസ് കമ്മീഷൻ വരും, 16th വരും. 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. He is currently appointed as the 16th Finance Commission Chairman. NK Singh is the 15th Finance Commission Chairman and Vijay Kelkar was the 13th Finance Commission Chairman. ഈ വിജയ് കേൽക്കറെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ പറഞ്ഞത്. വിജയ് കേൽക്കറെ കുറിച്ചല്ല, അദ്ദേഹം കുറെ റിഫോംസ് പറഞ്ഞിരിക്കുകയാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട അർജന്റ് ആയിട്ട് റിഫോംസ് കുറെ നടപ്പാക്കണം. GST ഇന്ത്യയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാക്സ് ആണ് GST. ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു ടാക്സ് ആണ് GST. ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ 2017 ജൂലൈ 1 ആണ് നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് ജൂലൈ 1 ഇന്ത്യയിൽ എല്ലാ വർഷവും GST ഡേ ആണ്. GST ഡേ എന്നാണ് ജൂലൈ 1. പക്ഷേ ഈ ജൂലൈ 1 നിലവിൽ വരുന്ന GST ഗവൺമെന്റിന്റെ പ്രതീക്ഷകൾ അന്ന് GST ഒരുപാട് വരുമാന നഷ്ടമൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ വരുമാന നഷ്ടം എന്നുള്ള പ്രതീക്ഷകളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് നല്ല വരുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാക്സ് സ്ലാബ് ഒക്കെയാണ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. 0%, 5%, 12%, 18%, 28%, ഇങ്ങനെ 5-6 സ്ലാബ്സ് ഉണ്ട് GSTക്ക്. ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒറ്റ സ്ലാബിലേക്ക് വരണം. 12% എന്ന് പറയുന്ന ഒരേ ഒരു സ്ലാബ് മാത്രം മതി GST. ഇറ്റ് ഷുഡിൻ ബി മെയ്ഡ് അൺനെസസറിലി കോംപ്ലക്സ് എന്നാണ് ഈ വിജയ് കേൽക്കർ പറഞ്ഞേക്കുന്നത്. അതുപോലെ GST ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരിക്കുക, GST കൗൺസിലാണ്. ആ GST കൗൺസിൽ ഇപ്പൊ യൂണിയൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്, സെൻട്രൽ ഗവൺമെന്റ്. അതിൽ നിന്ന് മാറ്റി അതിനൊരു ഓട്ടോണമസ് ബോഡി ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് GST ആയിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള ഒരേ ഒരു ബോഡി ഇന്ത്യയിലുള്ളൂ, GST കൗൺസിൽ. ആൻഡ് ഇറ്റ്സ് ചെയർപേഴ്സൺ ഈസ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻഡ് ചെയർപേഴ്സൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതിലെ മെമ്പേഴ്സ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആണ്, സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ കേരളത്തിലെ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്ററായ ബാലഗോപാലും അതിലൊരു മെമ്പറാണ്. അപ്പൊ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ് അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മണി വൈസ് അത് വേണ്ട. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അയർലൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ സൈമൺ ഹാരിസിന്റെ ഫോട്ടോ കാണാം. സൈമൺ ഹാരിസ്, അയർലൻഡ് പുതിയ പ്രൈം മിനിസ്റ്റർ. പിന്നെ യുക്രൈന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ റഷ്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ സ്ലോവാക്യയുടെ പുതിയ പ്രസിഡന്റായി. അത് യൂറോപ്പിലാണ് സ്ലോവാക്യ, നിങ്ങൾക്കറിയാം. ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം പണ്ടുണ്ടായിരുന്നു. അത് സ്പ്ലിറ്റ് ആണ് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യയും ഉണ്ടായി. ഇപ്പൊ 2 രാജ്യങ്ങളാണ്, ചെക്ക് റിപ്പബ്ലിക് ആൻഡ് സ്ലോവാക്യ. സ്ലോവാക്യയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് പീറ്റർ പെല്ലിഗ്രിനി. Peter Pellegrini is the new president of Slovakia. Okay. പിന്നെ ഇസ്രായേല് ഗാസയിൽ നിന്ന് കുറച്ച് അവരുടെ ട്രൂപ്സിനെ വിത്ഡ്രോ ചെയ്തു. അപ്പം ഒരു താൽക്കാലിക ആശ്വാസം, അത്രയേ ഉള്ളൂ. പിന്നെ US, Britain, Australia mulling expansion of AU-KUS security pact to counter China എന്നൊരു ന്യൂസ് ഉണ്ട്. നമുക്കറിയാം ക്വാഡ് എന്ന് പറഞ്ഞൊരു സഖ്യമുണ്ട്. ഇന്ത്യയും USA-യും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്നാണ് ക്വാഡ്. അതുപോലെ US-ഉം ഓസ്ട്രേലിയയും ബ്രിട്ടനും തമ്മിലുള്ളൊരു സംഭവമാണ് AU-KUS. ഓസ്ട്രേലിയ, UK ആൻഡ് US. ഓസ്ട്രേലിയ, UK ആൻഡ് US. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് US ആലോചിക്കുകയാണെന്നാ പറയുന്നത്. US മാത്രമല്ല, ഇപ്പൊ 3 രാജ്യങ്ങളുണ്ടല്ലോ, ഓസ്ട്രേലിയ ഉണ്ട്, US ഉണ്ട്, UK ഉണ്ട്. ഈ 3 രാജ്യങ്ങളുടെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടെ ചെയ്ത് ശക്തിമത്താക്കണം ചൈനയെ കൗണ്ടർ ചെയ്യാൻ എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ പാരാമിലിറ്ററി അറ്റാക്ക് ഓൺ സുഡാൻ വില്ലേജ് കിൽസ് 25 ആൻഡ് വൂണ്ട്സ് 200 എന്നൊരു ന്യൂസ് കാണാം. ഈ സുഡാൻ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ആഭ്യന്തര യുദ്ധത്തിൽ വർഷങ്ങളായിട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ബഷർ അൽ അസാദ് അല്ല, അത് സിറിയയുടെ പ്രസിഡന്റ് ആണ്. മറ്റേയാളുടെ പേര് ഞാൻ സുഡാന്റെ പ്രസിഡന്റ് പേര് ഞാൻ മറന്നു. ഒരു ഒമർ അൽ ബഷീർ വാർ ക്രിമിനൽ ആയിട്ട്, ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, പഴയ അവിടുത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു. വാർ ക്രിമിനൽ ആയിട്ടൊക്കെ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടൊക്കെ ഡിക്ലെയർ ചെയ്ത ആളാണ് ഈ ഒമർ അൽ ബഷീർ. അയാളുടെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ സുഡാനിൽ ഒരു നല്ലൊരു സമാധാനം ഉണ്ടാവുന്ന കരുതിയത്. പക്ഷേ അപ്പോഴത്തേക്ക് അവിടെ പട്ടാളം വീണ്ടും ഭരണം പിടിച്ചെടുത്തു. പക്ഷേ ആ പട്ടാളവും മര്യാദയ്ക്ക് അവിടെ ഭരിക്കുന്നില്ല. ഇപ്പൊ അവിടുത്തെ സുഡാന്റെ ലീഡർ എന്ന് പറഞ്ഞ ആർമി ചീഫായ അബ്ദൽ ഫത്ത അൽ ബുർഹാൻ ആണ്. അബ്ദൽ ഫത്ത അൽ
ബുർഹാൻ. പക്ഷേ അയാളും ഇപ്പോ അവിടുത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആയ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് പട്ടാളത്തിന്റെ ചീഫാണ്. അവിടുത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആയ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ലീഡർ മുഹമ്മദ് ഹംദാനുമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നും വീണ്ടും സുഡാനിൽ അടിയാണ്. സുഡാന്റെ ക്യാപിറ്റൽ ഖാർത്തും ആണ്. ഖാർത്തും, KHARTUM ആണെന്നാണ് തോന്നുന്നത് ക്യാപിറ്റലിന്റെ പേര്, ഖാർത്തും. അപ്പൊ എന്തായാലും സുഡാൻ പോലുള്ള ഈ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, സുഡാനിലെ ഒരു സമാധാനത്തിന് അവിടുത്തെ ആൾക്കാർക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും അബ്ദൽ ഫത്ത അൽ ബുർഹാന്റെ പേര് പഠിച്ചാൽ മതി. പിന്നെ ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് വീണ്ടും മാക്സ് വെർസ്റ്റാപ്പൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ മാക്സ് വെർസ്റ്റാപ്പൻ ഫോർമുല 1 റേസിലെ അനിഷേധ്യമായിട്ടുള്ള കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ തുടർച്ചയായിട്ട് 3 വട്ടമായിട്ട് F1 വേൾഡ് ചാമ്പ്യൻ മാക്സ് വെർസ്റ്റാപ്പൻ ആയിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് ക്രിക്കറ്റ് ആണ് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ താരങ്ങളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. പെർഫോം ചെയ്യട്ടെ. ഫൈനലി അവരത് വിൻ ചെയ്താലേ ഡിങ് ലറന്റെ എതിരാളിയായിട്ട് അവർക്ക് വരാൻ പറ്റും. കാനഡ ചെസ് ടൂർണമെന്റ് എന്താണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. അത് കാനഡയിലെ ടൊറന്റോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാനഡയിലെ ടൊറന്റോയിൽ. പിന്നീട് ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് CAA റൂൾസ് അലോ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്ലീസ് ഇൻ സുപ്രീം കോടതി. ഈ CAA നമുക്കറിയാം, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ഇന്ത്യയില് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന 6 കമ്മ്യൂണിറ്റീസിന്, മുസ്ലിംസ് ഒഴിച്ചുള്ള 6 കമ്മ്യൂണിറ്റീസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, ഇങ്ങനെ 6 പേർക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. അപ്പൊ അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ സുപ്രീം കോടതിയിൽ എതിർക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതിൽ മുസ്ലിങ്ങളെ മാറ്റിയത് കൊണ്ട്. കാരണം ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പിന്റെ അകത്ത് റിലീജിയൻ ഒരു ക്രൈറ്റീരിയ അല്ല എന്ന് പറഞ്ഞതിൽ എതിർക്കുന്നവരുണ്ട്. പക്ഷെ അവരിപ്പോ പറഞ്ഞേക്കുന്ന ഒരു പുതിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സിറ്റിസൺ. അതിൽ കുറെ അമെന്റ്മെന്റ്സ് ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അതിന്റെ സെക്ഷൻ 9 പറയുന്നതും അതുപോലെ ആർട്ടിക്കിൾ 9 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതും, ആർട്ടിക്കിൾ 9 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതും, സെക്ഷൻ 9 ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറയുന്നതും ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വിദേശ രാജ്യത്തിന്റെ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അയാൾ ആ സിറ്റിസൺഷിപ്പ് വേണ്ടെന്ന് വയ്ക്കണമെന്നാണ്. കാര്യം ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അലൗഡ് അല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പൊ ഈ പാകിസ്ഥാനിന്നോ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന ആൾക്കാര് അവരുടെ സിറ്റിസൺഷിപ്പ് ചിലപ്പോൾ അവിടെയും കാണുമായിരിക്കാം. അപ്പൊ ഇന്ത്യയുടെ പുതിയ CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് റൂൾസിന്റെ അകത്ത് ഇങ്ങനെ ഈ വിദേശത്ത് നിന്ന് വരുന്ന ഈ പറഞ്ഞ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്നറിയപ്പെടുന്ന ആൾക്കാർക്ക് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെക്കണോ എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല CAAക്കകത്ത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 9 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെയും അതുപോലെ സെക്ഷൻ 9 ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആക്ട് 1955 വയലേഷൻ ആണ്. അതുകൊണ്ട് അതിനെ സ്ക്രാപ്പ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതി അവർ ആവശ്യപ്പെടാൻ പോകണം, ഇതിനെ എതിർക്കുന്നവർ. ഓക്കെ. പിന്നെ ഓൾ വെദർ റോഡ് ഗിവ്സ് എ സ്ട്രാറ്റജി ഫിലിപ്പ് ടു ലഡാക്ക് എന്നൊരു ന്യൂസ് കാണാം. ലഡാക്ക് നിങ്ങൾക്ക് അറിയാം, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായിരുന്നു, ഇപ്പം അല്ല, ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പൊ അതിന് ഹിമാചൽ പ്രദേശുമായിട്ട് റെസ്റ്റ് ഓഫ് ദ കൺട്രി ആയിട്ട് കണക്ട് ചെയ്യാൻ സ്ട്രാറ്റജി പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യയിലെ ഡിഫൻസ് ഫോഴ്സസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റോഡ് BR അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. BR ആണല്ലോ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം റോഡ് ഉണ്ടാക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഇതെല്ലാം ബോർഡർ ഏരിയ അല്ലേ. ഇത്തരം സ്ഥലങ്ങളിൽ റോഡൊക്കെ ഉണ്ടാക്കാനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓർഗനൈസേഷൻ ആണ് BRO, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അവർ ലോകത്തിലെ ഏറ്റവും ഹൈറ്റിൽ ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വേൾഡിലെ ഹയസ്റ്റ് ടണൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ ഹയസ്റ്റ് ടണൽ, അതിന്റെ പേര് ഷിങ്കു ലാ പാസ് എന്നാണ്. ഷിങ്കു SHINKU, ഷിങ്കു ലാ SHINKU ആണ്. ഷിങ്കു ലാ പാസ് സീ ലെവലിനെക്കാളും 16,580 ഫീറ്റിലാണത്. 16,580 അടി ഉയരത്തിലാണ്. 16,580 ഫീറ്റ് ഹൈറ്റിലാണ്. വേൾഡിലെ ഹയസ്റ്റ് ടണൽ ഉണ്ടാക്കിയാണ് ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിമാചലിനെയും ലഡാക്കിനെയാണ് ഈ റോഡ് കണക്ട് ചെയ്യുന്നത്. ഷിങ്കുല പാസ് വഴിയാണ് അത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2025 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന പറയുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്റ്റേറ്റ്സ് ഓഫർ thousands of hectares of degraded forest land for green credits. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ്സ് ഓഫർ, കേരളം അല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ സ്റ്റേറ്റുകൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. സ്റ്റേറ്റ്സ് ഓഫർ thousands of hectares of degraded forest land for green credits. എന്താണെന്ന് പറഞ്ഞുതരാം. ഇന്ത്യയില് ഇപ്പൊ വ്യവസായ
കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യവസായികൾ, ബിസിനസ്സുകാര് ഫോറസ്റ്റ് ലാൻഡ് ഉപയോഗിക്കുന്നത് കരുതുക. ഫോറസ്റ്റ് ലാൻഡ് ഉപയോഗിക്കാൻ ഉള്ള പ്രൊവിഷൻസിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു ഫോറസ്റ്റ് ലാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരും. ഫോറസ്റ്റ് ലാൻഡ് നോൺ ഫോറസ്റ്റ് ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തൊക്കെ മാറും. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ ലോസ് ഉണ്ട്. കോമ്പൻസേറ്ററി ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് അവർ കോമ്പൻസേറ്ററി ആയിട്ട് വനം വച്ചു പിടിപ്പിക്കേണ്ട. അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നതാണ് വനവൽക്കരണമാണ്. കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ ലോസ് അനുസരിച്ച് ഇങ്ങനെ വനം നശിപ്പിക്കുന്നതിന് പകരം അവർ വനം വച്ചു പിടിപ്പിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതിനിപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ റൂൾ കൊണ്ടുവന്നു, ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിൽ സ്റ്റേറ്റുകൾക്ക്, ഇപ്പൊ കേരളം ഉൾപ്പെടുന്ന സ്റ്റേറ്റുകൾക്ക്, നമ്മളെ കേരളത്തില് ഉൾപ്പെടുന്ന സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതാ ഇവിടെ പറയുന്നുണ്ട്, ഈ ഡീഗ്രേഡഡ് ഫോറസ്റ്റുകൾ, വേസ്റ്റ് ലാൻഡുകളൊക്കെ സ്റ്റേറ്റുകൾക്ക് അവർക്ക് ഓഫർ ചെയ്യാം. ആർക്ക് ഇപ്പൊ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ബിസിനസ്മാൻമാർക്കോ അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രീസിനോ അവർക്ക് ഓഫർ ചെയ്യാം. അതായത് ചിലപ്പോൾ അത് ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വേസ്റ്റ് ലാൻഡ് ആയിരിക്കാം. ഇത് അവർ വാങ്ങണം. അങ്ങനെ ഇപ്പം മധ്യപ്രദേശൊക്കെ ഇപ്പം ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് അങ്ങനെ ഓഫർ ചെയ്തിരിക്കുക. ഇത് വാങ്ങിയിട്ട് അവിടെ വനം വച്ച് പിടിപ്പിക്കാനുള്ള പൈസ അവർ കൊടുക്കണം. ഇപ്പൊ ടാറ്റ അല്ലെങ്കിൽ ബിർല, അംബാനി അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾ, അവർക്ക് ഇത് വാങ്ങാം. ഈ ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് വാങ്ങിയിട്ട് അവിടെ വനം വച്ചുപിടിപ്പിക്കുന്നത് ആരായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. സ്റ്റേറ്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും വച്ചുപിടിപ്പിക്കുക. നമ്മളെ പണം കൊടുക്കണം ഇവർ. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇത് വന്ന് നമ്മളെ എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, പേര് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ്. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഒരു സമയം കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കി അവിടെ ട്രീ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ട്രീക്കും ഒരു ഗ്രീൻ ക്രെഡിറ്റ് കൊടുക്കും. ഇപ്പൊ 10,000 ട്രീ വെച്ച് പിടിപ്പിച്ചു. അപ്പം ഓരോ ട്രീക്കും ഒരു ഗ്രീൻ ക്രെഡിറ്റ് വെച്ച് ഇപ്പൊ 10,000 ട്രീ വെച്ച് പിടിപ്പിച്ചിട്ട് 10,000 ഗ്രീൻ ക്രെഡിറ്റ് കിട്ടും. ഈ 10,000 ഗ്രീൻ ക്രെഡിറ്റ് അവർ നശിപ്പിച്ച വനത്തിന് പകരമുള്ള എഫോറസ്റ്റേഷൻ ചെയ്തതായിട്ട് കണക്ക് കൂട്ടും. മനസ്സിലായോ? അപ്പൊ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിച്ച് ചെയ്യാം. എനിക്ക് എന്നിട്ട് വേണമെങ്കിൽ ഒരു വ്യവസായ ഗ്രൂപ്പിന് അത് വിൽക്കാം. അപ്പൊ എനിക്ക് കാശ് കിട്ടും. ആ വ്യവസായ ഗ്രൂപ്പിന് അപ്പൊ അവർക്കുള്ളതാവും ആ ഗ്രീൻ ക്രെഡിറ്റ്. അപ്പം അവരെന്ത് ചെയ്ത്, അവർ ഓൾറെഡി കുറെ മരങ്ങൾ മുറിച്ച് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമുള്ള ഗ്രീൻ ക്രെഡിറ്റ് ആയിട്ട് അവർക്കത് ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ഗ്രീൻ ക്രെഡിറ്റ് സംവിധാനം. സംഭവം ഇത്രയേ ഉള്ളൂ. നോൺ ഫോറസ്റ്റ് നമ്മളുടെ ഈ ഫോറസ്റ്റുകൾ നശിപ്പിക്കാൻ വരും ചില സമയത്ത്. അപ്പൊ അങ്ങനെ നശിപ്പിക്കപ്പെട്ടാൽ അത് ഇന്ത്യയിലെ എഫോറസ്റ്റേഷൻ ലോസ് അനുസരിച്ച് വനവൽക്കരണം നടത്തേണ്ടതാണ്. അപ്പം അതിന് ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് ഗവൺമെന്റ് ഇടുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ, ഈ ഡീഗ്രേഡഡ് ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് ഒക്കെ സംസ്ഥാനങ്ങൾ കൊണ്ടേ അവർക്ക് ഇത് ഓഫർ ചെയ്യാം. ഓഫർ ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ മേടിച്ച്, ഒന്നുകിൽ ഈ വ്യവസായ ഗ്രൂപ്പിന് തന്നെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ വാങ്ങി എന്ത് ചെയ്യാം, അവിടെ വനവൽക്കരണം നടത്താനുള്ള പൈസ കൊടുക്കാം. ഗവൺമെന്റ് തന്നെ വനവൽക്കരണം നടത്തിക്കൊള്ളും അതാത് സംസ്ഥാനങ്ങൾ. എന്നിട്ട് അവിടെ പിടിക്കുന്ന ഓരോ ട്രീക്കും ഒരു ഗ്രീൻ ക്രെഡിറ്റ് കിട്ടും. ഈ ഗ്രീൻ ക്രെഡിറ്റ് വ്യവസായികൾക്ക് അതെന്തായിട്ട് ഉപയോഗിക്കാം, മറ്റേ എഫോറസ്റ്റേഷൻ ലോസിന്റെ അകത്തുള്ള നോംസ് അനുസരിച്ച് അവർ വെച്ച് പിടിപ്പിക്കേണ്ട എന്നവരുള്ള കോമ്പൻസേഷൻ സംഭവമായിട്ട് ഉപയോഗിക്കാം. എത്രയേ ഉള്ളൂ. അതാണ് ഗ്രീൻ ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോ അത് കഴിഞ്ഞു. അതിന്റെ അടുത്ത പേജ് വേണ്ട, അതിനടുത്ത പേജ് ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജും ഫുൾ പൊളിറ്റിക്സ് ആണ്. ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഈ പേജുകളെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഇനി നമുക്കിവിടെ പറയാനുള്ള പേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് ലേ അപ്പെക്സ് ബോഡി കോൾ ഓഫ് മാർച്ച് ടു ബോർഡർ എന്ന് പറയുന്ന ഒരു ന്യൂസ് കാണാം. ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് ലേ അപ്പെക്സ് ബോഡി കോൾ ഓഫ് മാർച്ച് ടു ബോർഡർ എന്ന് പറയുന്ന സംഭവം അറിയാം. നിങ്ങൾക്ക് ലേയിലെ പ്രശ്നം ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞതിനുള്ള തന്നെയാണ്. അതായത് ലഡാക്കിന് സ്റ്റേറ്റ്ഹുഡ് വേണം, സംസ്ഥാന പദവി വേണം. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 6ന്റെ അകത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യും വേണം. ഇത് രണ്ടുമാണ് അവരുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് അവിടെ കുറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണത്. പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാല് വേറെ ഒന്നും ആ പേജ് പറയാല്ല. അതിനടുത്ത പേജ് പോകുമ്പോ ഒരു കാര്യം പറയാനുള്ളത്, IMF സ്റ്റാഫ് കൺസിസ്റ്റന്റ്ലി ഇനാക്യുറേറ്റ് ഓൺ ഇന്ത്യസ് ഗ്രോത്ത് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞ ന്യൂസ്. IMF ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. അദ്ദേഹമാണ് ഇത് പറഞ്ഞേക്കുന്നത്. IMF ഇന്ത്യയുടെ
കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആണ് IMF ബോർഡ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ബോർഡിൽ IMF ബോർഡിൽ ഇന്ത്യയുടെ ഒരു മെമ്പർ ഉണ്ട്, അത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് IMF എപ്പോഴും ഇന്ത്യയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് തെറ്റായിട്ടാണ് പറയുന്നത് മാത്രമല്ല, അത് എപ്പോഴും യഥാർത്ഥത്തിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യ 7% സ്ഥിരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ IMF എപ്പോഴും 6% ഇന്ത്യ ഗ്രോ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഫൈനലി ഇന്ത്യ 7% ഗ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തത്തില്ല, ആ ഫോർകാസ്റ്റിംഗ് പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് തെറ്റാറുണ്ടെന്ന് IMF-ലെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. IMF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC IMF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റീൻ ലഗാർഡ് ആണ് IMF-ന്റെ ഡയറക്ടർ. ക്രിസ്റ്റീൻ ലഗാർഡ്, ക്രിസ്റ്റാലിന ജോർജിയേവ. ക്രിസ്റ്റീൻ ലഗാർഡ് പഴയതാണ്. ക്രിസ്റ്റീൻ ലഗാർഡ് ആയിരുന്നു IMF-ന്റെ ഡയറക്ടർ, പഴയതാണ്. ഇപ്പൊ ക്രിസ്റ്റാലിന ജോർജിയേവയാണ്. ക്രിസ്റ്റാലിന ജോർജിയേവ. വിപ്രോയുടെ പുതിയ CEO ശ്രീനി പല്ലിയ. വിപ്രോയുടെ പുതിയ CEO. പിന്നെ ഈ വിസ്താരയുടെ പ്രശ്നങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി. ഇനി അതിനടുത്ത പേജ് ഇപ്പൊ സയൻസ് പേജ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത പേജാണ്. അതിനടുത്ത പേജ് ഇപ്പൊ FAQ പേജില് വിൽ ന്യൂ സോളാർ പവർ റൂൾസ് ബൂസ്റ്റ് പ്രൊഡക്ഷൻ എന്നൊരു ന്യൂസ് കാണാം. അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഇടയ്ക്ക് ഹിന്ദുവിന്റെ എഡിറ്റോറിയലിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംഗതിയാണ്. അത് തന്നെ ഇവിടെ വീണ്ടും വന്നേക്കുകയാണ്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഇപ്പോൾ ഒരു സംഭവം കൊണ്ടുവന്നു. ദ അപ്രൂവ്ഡ് മോഡൽസ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഓഫ് സോളാർ ഫോട്ടോ വോൾട്ടേക് മൊഡ്യൂൾസ് റിക്വയർമെന്റ്സ് ഫോർ കമ്പൽസറി രജിസ്ട്രേഷൻ ഓർഡർ 2019. അത് എന്താണെന്ന് വെച്ചാൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ അണ്ടറിൽ ഇന്ത്യയിലെ സോളാർ ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഇൻസ്പെക്ഷൻ നടത്തി കഴിയുമ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രോജക്റ്റുകളിലും പങ്കെടുക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോളാർ പവർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞാണ്. 500 GW ഓഫ് പവർ ബൈ 2030 പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഓരോ വർഷവും 40 GW വെച്ച് ഇനി അങ്ങോട്ട് ഉത്പാദിപ്പിച്ച് പോയാലേ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഹ്യൂജ് ഡിമാൻഡാണ് വരാൻ പോണ ഫോട്ടോവോൾട്ടേക് സെല്ലിനൊക്കെ. നമ്മളപ്പോൾ അത് ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അത് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടിയെ കൊണ്ടുവരുന്നത്. അതുപോലെ ഇപ്പൊ PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന, ഇന്ത്യയുടെ വീടുകളിലെല്ലാം റൂഫ് ടോപ്പിൽ സെൻട്രൽ ഗവൺമെന്റ് സഹായത്തോടു കൂടി സോളാർ പ്രോജക്ടുകൾ സ്ഥാപിക്കാനുള്ളതാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. അപ്പം അതിലെല്ലാം പങ്കെടുക്കാനും ഇവർക്ക് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യം വരും. അപ്പൊ ആ ഒരു സർട്ടിഫിക്കേഷനെ കുറിച്ച് പുതിയ റൂളൊക്കെ വന്നിട്ടുണ്ട്, അതിനാണ്. അതുപോലെ PM കുസും എന്ന് പറയുന്നൊരു സ്കീമുണ്ട്, അതിനും ഇതിന്റെ ആവശ്യമുണ്ട്. പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷേവം ഉദ്ധം മഹാഭിയാൻ, അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം ഈ ഇവിടെ നിന്ന് എഴുതിയെടുത്തോണ്ടാ മതി. PM കുസും, പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്ധാൻ മഹാഭിയാൻ. അതെന്ന് വെച്ചാൽ ഈ സോളാർ പമ്പ് സെറ്റുകളൊക്കെ ഇന്ത്യയിലെ ഫാമേഴ്സിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ കച്ചത്തി വിഷയനെ കുറിച്ച് വീണ്ടും ഇവിടെ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, അതിന് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ പുതിയ സെനഗലിന്റെ പ്രസിഡന്റിനെ കുറിച്ചുണ്ട്. പുതിയ സെനഗലിന്റെ പ്രസിഡന്റ് പേരൊക്കെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്, അത് വീണ്ടും ഒന്നുകൂടെ അവിടെ എഴുതിയിടുന്നേ ഉള്ളൂ. ബാസിറൌ ഡയമായെ ഫയെ, ഇതാണ് സെനഗൽ എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രിയുടെ പുതിയ പ്രസിഡന്റ്. പിന്നെ റഷ്യയിൽ ഇപ്പൊ ഒരു ഡാം തകർന്നു. അത് അങ്ങനെ അവിടെ ഭയങ്കര ഫ്ലഡ് ആണ്. ഓർസ്ക് എന്ന് പറയുന്ന റഷ്യയിലെ സിറ്റിയിൽ ഡാം തകർന്നു. അങ്ങനെ 4000-ഓളം ആൾക്കാർ അവിടെ ഒഴിപ്പിച്ചു. അത് ഒരു പിന്നീട് വലിയൊരു ഡിസാസ്റ്റർ ആണ്. കാര്യം ഡാമൊക്കെ തകരുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുല്ലപ്പെരിയാർ ഡാം തകരും എന്ന് എല്ലാവരും പറയൂലേ, അതുപോലെയാണ് 2014 ഈ വെറും 10 വർഷം മുമ്പ് പണിഞ്ഞ ഒരു ഡാമാണ്. ഓക്കെ. പിന്നെ മെക്സിക്കോയും ഇക്വഡോറും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതിൽ മെക്സിക്കോയുടെ പ്രസിഡന്റിന്റെ പേരുണ്ട്, അത് അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളണം. ഒത്തിരി വലിയ പേരാണ്. ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ എന്നാണ് മെക്സിക്കോയുടെ പ്രസിഡന്റിന്റെ പേര്. ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ, മെക്സിക്കോയുടെ പ്രസിഡന്റ്. പിന്നെ അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോഴത്തേക്ക് സ്പോർട്സ് പേജ്, നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ സ്പോർട്സ് പേജിൽ എന്താണ് IPL ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോഴത്തേക്ക് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നലത്തെയും ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പൊ എല്ലാവരും നന്നായിട്ട് വീഡിയോ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതുക. താങ്ക് യു.